വിദേശകാര്യ വിദഗ്ധൻ ജോസഫ് ആന്റണി സാറാണ് ഒപ്പമുള്ളത്. സാർ, ഈ ഇറാൻ യുദ്ധം നമ്മൾ 2-3 എപ്പിസോഡുകളിലായിട്ട് ചർച്ച ചെയ്തു. അടിയും തിരിച്ചടിയുമായി പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി നിലനിൽക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ യുദ്ധം അവസാനിക്കുമോ, അല്ലെങ്കിൽ ഈ കരാറിൻ്റെ ഭാവി എന്താകും എന്ന ചോദ്യം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഈ ഇറാൻ യുദ്ധം ലോകരാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ മാറ്റം എന്താണ്? റഷ്യ, ചൈന, ഇറാൻ അച്ചുതണ്ട് എങ്ങനെ പ്രവർത്തിച്ചു? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ യുദ്ധം ലോകത്ത് ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. നമുക്ക് ഒന്നാമത്തെ കാര്യം, ഈ ട്രംപ് അധികാരത്തിൽ വന്നതോടു കൂടിയിട്ട്, രണ്ടാമത്തെ തവണ അധികാരത്തിൽ വന്നതോടു കൂടിയിട്ട് ആഗോള രാഷ്ട്രീയത്തിൽ ഒരു കലക്കം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഒന്നാമത്തെ കാര്യം. എന്തുകൊണ്ടാണ് കലക്കമുണ്ടായത്? അദ്ദേഹം അധികാരത്തിൽ വന്നത്, ഞാൻ അമേരിക്കയെ പുനഃസൃഷ്ടിക്കും, അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ പുനഃസൃഷ്ടിക്കും, ഞാൻ നിരന്തരമായ യുദ്ധങ്ങൾക്കൊന്നും പോകില്ല, എനിക്ക് അന്തർദേശീയ സംഘടനകളൊന്നും വേണ്ട, അമേരിക്കയുടെ കാര്യം മാത്രം ഞാൻ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അധികാരത്തിൽ വന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നാറ്റോയെ തള്ളിപ്പറയാൻ തുടങ്ങി, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ തള്ളിപ്പറയാൻ തുടങ്ങി, മറ്റുള്ള അന്തർദേശീയ കരാറുകളെന്നും അംഗീകരിക്കാത്ത ആളായി മാറാൻ തുടങ്ങി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? നാറ്റോ എന്ന് പറയുന്ന ആ സൈനിക സഖ്യം ദുർബലമാവുകയും യൂറോപ്യൻ യൂണിയന് അമേരിക്കയിൽ വിശ്വാസമില്ലാതാവുകയും അമേരിക്കയുടെ സഖ്യകക്ഷികൾക്കെല്ലാം വിശ്വാസമില്ലാതാവുകയും ചെയ്യുന്ന ഘട്ടം അദ്ദേഹത്തിന് അധികാരത്തിൽ വരുന്നതോടുകൂടി തന്നെ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം എല്ലാ രാജ്യങ്ങൾക്കെതിരെയും താരിഫ് ഏർപ്പെടുത്തിക്കൊണ്ട്, അതായത് സഖ്യരാജ്യങ്ങൾക്കുൾപ്പെടെ താരിഫ് ഏർപ്പെടുത്തിക്കൊണ്ട് സഖ്യരാജ്യങ്ങളെ എല്ലാം ശത്രുവാക്കി മാറ്റാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ സ്റ്റീഫൻ വോൾട്ട് എന്ന് പറയുന്ന അമേരിക്കൻ സർവകലാശാലയിലെ വളരെ പ്രസിദ്ധനായ ചിന്തകൻ, അദ്ദേഹം എഴുതി, ഈ അമേരിക്ക ഒരു പ്രിഡേറ്ററി ഹെജിമൺ ആകാൻ തുടങ്ങുന്നു എന്നാണ്. അതായത് സഖ്യകക്ഷികളെ പോലും ഇല്ലാതാക്കുന്ന ഒരു മേധാവിത്വ ശക്തിയായി അമേരിക്ക മാറാൻ ശ്രമിക്കുന്നു എന്ന് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു. എന്നാൽ അതിനുശേഷം ഈ യുദ്ധങ്ങളെല്ലാം തുടങ്ങിയപ്പോൾ സ്റ്റീഫൻ വാൾട്ട് തന്നെ അദ്ദേഹം തിരുത്തി പറഞ്ഞു, അമേരിക്ക ഇപ്പോൾ അത് പ്രിഡേറ്ററി ഹെജിമൺ അല്ല, ഇപ്പോൾ ഒരു റോഗ് സ്റ്റേറ്റ് ആണ്, തെമ്മാടി രാജ്യമായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള അന്തർദേശീയ സ്ഥാപനങ്ങളെ അംഗീകരിക്കാതിരിക്കുക, അന്തർദേശീയ നിയമങ്ങളെ അംഗീകരിക്കാതിരിക്കുക എന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നപ്പോൾ ആഗോള രാഷ്ട്രീയത്തിൽ ഇനി അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ വിശ്വസിച്ചുകൊണ്ട് ആർക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ചിന്തയിലേക്ക് നാറ്റോ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ജപ്പാൻ, സൗത്ത് കൊറിയ മുതലായ രാജ്യങ്ങളും എല്ലാം വരുന്ന സാഹചര്യത്തിലേക്ക് വന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ അതുകൊണ്ടെന്ന് സംഭവിച്ചു, ഈ അമേരിക്ക തന്നെ സൃഷ്ടിച്ചു വെച്ച ആഗോള ലോകക്രമം, ചട്ടപ്രകാരമുള്ള ലോകക്രമം നമ്മൾ പറയുന്ന റൂൾസ് ബേസ്ഡ് വേൾഡ് ഓർഡർ അമേരിക്ക തന്നെ അട്ടിമറിക്കുകയും അതിന് പകരം ഫോഴ്സ് ബേസ്ഡ് വേൾഡ് ഓർഡർ, ഞാൻ എൻ്റെ കരുത്ത് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ തീരുമാനിക്കുന്ന കണക്കാണ് ഇനി ലോകരാഷ്ട്രീയം മാറാൻ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വെനസ്വേലയിൽ ഇടപെട്ട് അവിടുത്തെ ഭരണാധികാരിയെ മാറ്റുന്നു, ഇറാനിൽ ഇടപെട്ടുകൊണ്ട് അവിടുത്തെ ഭരണകൂടത്തെ മാറ്റാൻ ശ്രമിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം കേൾക്കുന്നത് അടുത്ത തന്നെ അടുത്ത മാസം തന്നെ ക്യൂബയിൽ ഇടപെട്ടുകൊണ്ട് അവിടുത്തെ ഭരണകൂടത്തെ മാറ്റുന്നതിനെക്കുറിച്ച് അദ്ദേഹം ആലോചന തുടങ്ങിയിരിക്കുന്നു. ഈ തരത്തിൽ ഈ ലോകത്ത് നിലനിൽക്കുന്ന സമാധാനത്തെയും നിയമപ്രവർത്തനങ്ങളെയും എല്ലാം അട്ടിമറിക്കുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക്, ഒരു ആഗോള രാഷ്ട്രീയം, ഒരു അച്ചുതണ്ടില്ലാത്ത ഒരു അരാജകത്വം നിറഞ്ഞ ലോകരാഷ്ട്രീയമായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു, യൂറോപ്യൻ രാജ്യങ്ങൾ വിചാരിക്കുകയാണ് ഇനി അമേരിക്കയെ നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിയത്തില്ല, യൂറോപ്പിൻ്റേതായിട്ടുള്ള ഒരു സഖ്യം ഉണ്ടാക്കണം, യൂറോപ്പ് സ്വന്തം നിലയ്ക്ക് കാര്യങ്ങൾ നോക്കാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ ശ്രമിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ കാണേണ്ട കാര്യം, അതോടൊപ്പം സമാന്തരമായി ചൈന ഒരു ലോകത്തിലെ വലിയ ശക്തിയായി വളരുന്നു എന്നുള്ളത് കാണണം. അത് ചൈന മാത്രമല്ല, അമേരിക്ക പോലും, അമേരിക്കൻ പ്രസിഡന്റ് കഴിഞ്ഞ മാസം ചൈനയിൽ നടത്തിയ സന്ദർശനത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞു, ഞങ്ങൾ G2 ഉണ്ടാക്കാൻ പോവുകയാണ്. അതായത് അമേരിക്കയും ചൈനയും ചേർന്നിട്ടുള്ള ഒരു രണ്ട് രാജ്യങ്ങളടങ്ങുന്ന ഗ്രൂപ്പ്, G2 എന്ന് പറയുന്ന രാജ്യം. എന്നാൽ G2 എന്ന് പറയുന്ന ആശയത്തിന് ട്രംപ് വലിയ പ്രാധാന്യം കൊടുത്തെങ്കിലും ചൈന ആ ഒരു ആശയത്തോട് വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല. കാരണത്താൽ G2 എന്ന് പറഞ്ഞാൽ 2 രാജ്യങ്ങളടങ്ങുന്ന ഒരു സഖ്യത്തിൽ രണ്ടുപേരും തുല്യരാണ് എന്ന് പറഞ്ഞാൽ ആ തുല്യതയിൽ ചൈനയ്ക്കിപ്പോൾ വിശ്വാസമില്ല. ചൈന കരുതുന്നത് അമേരിക്കയേക്കാൾ ഞങ്ങൾ വലുതായി കഴിഞ്ഞു, അതുകൊണ്ട് G2 എന്ന് പറയുന്ന ആശയത്തോട് ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങൾക്ക് ഒന്നാം സ്ഥാനമുള്ള സംവിധാനത്തെക്കുറിച്ചാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ ചൈന അമേരിക്കയേക്കാൾ വലിയ ശക്തിയായി മാറിയിരിക്കുന്നു എന്ന് അവർ പറയുകയും അതോടൊപ്പം തന്നെ അമേരിക്കയേക്കാൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന രാജ്യമാണ് ചൈന എന്ന ചിന്തയിലേക്ക് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ വരികയും യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ വരികയും യൂറോപ്പിലെ മിക്കവാറും എല്ലാ പ്രധാന നേതാക്കളും
ഈ വർഷവും കഴിഞ്ഞ വർഷവുമായിട്ട് നിരന്തരമായി ചൈന സന്ദർശിക്കുകയും അവരുമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. കാരണം വെച്ചാൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ ട്രംപ് ഇരിക്കുന്ന കാലത്തോളമെങ്കിലും വിശ്വസിക്കാൻ കഴിയാത്ത രാജ്യമായി അമേരിക്ക മാറിയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ വിശ്വസിക്കാൻ കഴിയുന്ന രാജ്യം ചൈനയാണ് എന്നുള്ള തരത്തിലേക്ക് വരികയും അതോടുകൂടിയിട്ട് ചൈനയുടെ ഒരു പ്രാധാന്യം ലോകരാഷ്ട്രീയത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. ഒന്ന്, ഏറ്റവും ചുരുങ്ങിയത് ആഗോള രാഷ്ട്രീയം ലോകക്രമം, ഈ ചട്ടപ്രകാരമുള്ള ലോകക്രമത്തെ അമേരിക്ക തന്നെ തകർക്കുന്നു. അമേരിക്കയുടെ സുഹൃത്തായിട്ടുള്ള രാജ്യങ്ങളെ അമേരിക്കയിൽ നിന്ന് അകറ്റുന്നു. അവരവരുടേതായിട്ടുള്ള നിലയ്ക്ക് സംഘടിക്കാൻ ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു ഭാഗത്ത് ചൈനയും റഷ്യയും ചേർന്നുള്ള ഒരു സഖ്യം രൂപപ്പെട്ടു വരുന്നു. അതിൽ ചൈന വളരെ വലിയ ശക്തിയായി മാറുന്നു. ഇതെല്ലാം കാണിക്കുന്നത് സ്വാഭാവികമായിട്ടും ഉയർന്നു വരാൻ പോകുന്ന പുതിയൊരു രാഷ്ട്രീയ ലോകക്രമമാണ്. അതിൽ തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് ഉള്ളതുപോലെയോ അല്ലെങ്കിൽ ഒരുപക്ഷെ അമേരിക്കയെക്കാളോ ഈ ചൈനയ്ക്ക് ആഗോള രാഷ്ട്രീയത്തിൽ പങ്കുണ്ടാവും, പ്രത്യേകിച്ച് റഷ്യയുമായി ചേർന്ന് ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഓക്കെ സാറേ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ ഈ പശ്ചിമേഷ്യയിൽ ഈ ശാശ്വത സമാധാനം എന്ന ലക്ഷ്യം സാധ്യമാണോ? ഇറാനെ ശത്രുവായി തന്നെയാണ് അറബ് ലോകവും ഇസ്രായേലും കാണുന്നത്. ഇനി ഒരു സംഘർഷം ഉണ്ടാകില്ല എന്ന് എന്താണ് ഉറപ്പ്? നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പശ്ചിമേഷ്യയിലെ അടിസ്ഥാന പ്രശ്നം പലസ്തീൻ പ്രശ്നമാണ്. ആ പലസ്തീൻ പ്രശ്നമാണ് ഈ കലക്കങ്ങളും സംഘർഷങ്ങളുമൊക്കെ ഉണ്ടാക്കുന്നത്. ആ പലസ്തീൻ പ്രശ്നം പരിഹരിക്കുന്നതിനെതിരായിട്ട് നിൽക്കുന്ന ഒരേ ഒരു രാജ്യം ഇസ്രായേലാണ്. അതെന്തുകൊണ്ടാണ് അവരതിനെതിരായിട്ട് നിൽക്കുന്നത്? അവരെ സംബന്ധിച്ചിടത്തോളം പലസ്തീൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ അവരുടെ ഇസ്രായേൽ എന്ന് പറയുന്ന ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ആശയത്തിലേക്ക് കൊണ്ടുവന്ന് പലസ്തീനെ ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഈ സെറ്റ്ലർ കൊളോണിയലിസ്റ്റ് അജണ്ടയാണ്. അത് ഞാൻ വിശദീകരിക്കുന്നില്ല. സെറ്റ്ലർ കൊളോണിയലിസം എന്ന് പറയുന്ന അജണ്ടയുമായി നിൽക്കുന്ന രാജ്യം, അല്ലെങ്കിൽ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ആശയവുമായി നിൽക്കുന്ന രാജ്യം ഒരു കാരണവശാലും പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ അവിടെ ഉയർന്നു വരാനായിട്ട് അനുവദിക്കത്തില്ല. അനുവദിക്കാതിരിക്കുന്നിടത്തോളം കാലം അതിനെതിരായിട്ടുള്ള പ്രതിരോധങ്ങളും പ്രത്യാക്രമണങ്ങളും അതിനുവേണ്ടി നിൽക്കുന്ന വിഭാഗങ്ങളിൽ നിന്നുണ്ടാകും. പ്രത്യേക ഹമാസിൽ നിന്നുണ്ടാകും. ഹമാസിന് തീർച്ചയായിട്ടും പിന്തുണ ഇറാൻ നൽകും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് വീണ്ടും പ്രശ്നത്തിലേക്ക് പോകും. അതുകൊണ്ട് ഈ പ്രശ്നം, പലസ്തീൻ പ്രശ്നം പരിഹരിക്കാത്തിടത്തോളം കാലം പശ്ചിമേഷ്യൻ പ്രശ്നം പരിഹരിക്കപ്പെടത്തില്ല. പശ്ചിമേഷ്യയിൽ സമാധാനം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ വേറൊരു കാര്യം, നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ കരുതുന്നത് ഈ പശ്ചിമേഷ്യയിലെ ഗൾഫ് രാജ്യങ്ങൾ, അറബി രാജ്യങ്ങളും ഇറാനും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട് എന്നുള്ള അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. വാസ്തവത്തിൽ അത് മാറാൻ പോകുകയാണ്. ഇവിടെ അവർ തിരിച്ചറിയുന്നു, ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ നമ്മളിൽ നിന്നും അകറ്റി നിർത്തുന്നതല്ല ചെയ്യേണ്ടത്, നമ്മൾ അവരുമായിട്ട് അടുത്ത് നിൽക്കുകയാണ് വേണ്ടത്. അങ്ങനെ അടുത്ത് നിൽക്കുമ്പോഴുള്ള ശത്രുത കുറയുകയും ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കെതിരെ ആക്രമണം നടത്തുന്ന ഒരു അവസ്ഥ മാറുകയും ചെയ്യും എന്ന തിരിച്ചറിവിലേക്ക് വന്നിരിക്കുന്നു. ഓൾറെഡി വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ ബഹ്റൈൻ, ഖത്തർ എന്ന രാജ്യങ്ങൾക്ക് നേരെ മാത്രമാണ് ആക്രമണം നടന്നത്. സൗദി അറേബ്യക്കെതിരെ ആക്രമണം നടത്തിയിട്ടില്ല, UAE-ക്കെതിരെ ആക്രമണം നടത്തിയിട്ടില്ല, ഒമാനെതിരെ ആക്രമണം നടത്തിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഈ രാജ്യങ്ങൾ ഓൾറെഡി ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യവുമായിട്ട് പരസ്പര ചർച്ചകൾ നടത്തുകയും പല കാര്യങ്ങളിൽ അവർ സഹകരിക്കാം എന്ന് തീരുമാനിക്കുകയും ചെയ്തു കഴിഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ അമേരിക്കയെയും ഇസ്രായേലിനെയും ഇക്കാര്യത്തിൽ വിശ്വാസത്തിലെടുത്തുകൊണ്ട് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ഇവരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷങ്ങൾ ഉണ്ടാവുകയും ഇറാൻ്റെ ആക്രമണം ഉണ്ടാവുകയും ചെയ്യും എന്ന തിരിച്ചറിവുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഇറാനും പശ്ചിമേഷ്യൻ അറബി രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ സൗഹൃദപരമായ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ വരും ഈ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ഇറാൻ ആണവായുധം ഉണ്ടാക്കുമെന്ന് ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഇപ്പോഴത്തെ ചില സൂചനകളൊക്കെ വെച്ച് നോക്കുമ്പോൾ യുദ്ധശേഷം അതിനുള്ള സാധ്യത കാണുന്നുണ്ടോ? വാസ്തവത്തിൽ ഈ ഇല്ലാത്ത കാര്യത്തിൻ്റെ പേരിലാണ് അമേരിക്കയും ഇസ്രായേലും യുദ്ധം തുടങ്ങിയത്. ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ഈ വെടിനിർത്തൽ കരാറും 2015 ഒബാമയുടെ കാലത്ത് ഒപ്പിട്ട JCPOA ഇറാൻ ആണവ കരാറും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ എന്തിനാണ് ട്രംപും ഇസ്രായേലും ചേർന്ന് ലോകത്തിൻ്റെ മുകളിൽ ഇങ്ങനൊരു യുദ്ധം അടിച്ചേൽപ്പിച്ചത് എന്ന് നമുക്ക് അത്ഭുതം തോന്നും. കാരണം എന്താ വെച്ചാൽ ഈ 2015 ആണവ കരാറിൽ ഇറാൻ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് ആണവായുധ പദ്ധതിയില്ല. 2015 ആണവ കരാറിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. എന്ന് മാത്രമല്ല, ഞങ്ങൾ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഇൻസ്പെക്ടർമാരെ ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങളിൽ പരിശോധനയ്ക്ക് അനുവദിക്കും, ഇതെല്ലാം പറഞ്ഞിരുന്നു. എന്ന് മാത്രമല്ല, ഇതിനൊക്കെ പുറമെ ഈ അന്തരിച്ച ഖമനൈ, പരമോന്നത നേതാവായിട്ടുള്ള അയത്തുള്ള അലി ഖമനൈ ഫത്വ പുറപ്പെടുവിച്ചിരുന്നു, ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ആണവായുധം വേണ്ട. ഫത്വ പരമോന്നത നേതാവ് ഫത്വ പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ പിന്നെ രാജ്യം അതിനെക്കുറിച്ച് ചിന്തിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇതെല്ലാം
നിലവിലുണ്ടായിരുന്നിരിക്കുകയും ഈ ഹോർമുസ് കടലിടക്ക് തുറന്നു കിടക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് വാസ്തവത്തിൽ ഈ അമേരിക്കയും ഈ ഇസ്രായേലും കൂടി ഇറാനെതിരെ ആക്രമണം നടത്തിയത്. എന്നിട്ട് ഇപ്പോൾ അവർ പറയുന്നത് എന്താണ്? ഇത് വല്ലതും ചിത്രത്തിലുണ്ടോ? ഇതൊന്നും ചിത്രത്തിലില്ല. പറയുന്നതാണ്, ഇറാൻ ആണവായുധം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു. ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നില്ല എന്ന് 2015 പറഞ്ഞു, 11 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു. എന്ന് മാത്രമല്ല, ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഇൻസ്പെക്ടർമാരോട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ 2018 ട്രംപ് ഈ കരാറിൽ നിന്ന് പിന്മാറുന്നത് വരെ അവർ നൽകിയ റിപ്പോർട്ടുകളിലെല്ലാം അവർ ഇത് പാലിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് യാഥാർത്ഥ്യം. അന്ന് ഹോർമുസ് കടലൊക്കെ തുറന്നും കിടന്നിരുന്നു. അപ്പോൾ ഇതെല്ലാം എന്താണ് നേരത്തെ അംഗീകരിച്ചിരുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ട്രംപ് പറയുകയാണ് അവർ ആണവായുധം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു. ആണവായുധം ഉണ്ടാക്കില്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഹോർമുസ് കടലൊക്കെ തുറക്കാമെന്ന് പറഞ്ഞു. ഹോർമുസ് കടലൊക്കെ യുദ്ധത്തിന് മുമ്പ് തുറന്നു കിടക്കുകയായിരുന്നു. ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഇൻസ്പെക്ടർമാർ പോകാമെന്ന് പറഞ്ഞു. ഇതൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ ആവശ്യമില്ലാതെ ഇസ്രായേലിൻ്റെ പദ്ധതിക്കനുസരിച്ച് ഈ കുടുങ്ങിപ്പോയ ഒരു പ്രസിഡൻ്റാണ് ഈ ഡൊണാൾഡ് ട്രംപ്. അബദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു വെപ്രാളത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയതാണ് ഈ മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. അതുകൊണ്ട് തന്നെയാണ് അത് വളരെ ദുർബലമായ ഈ വെടിനിർത്തൽ കരാറായിട്ട് നിൽക്കുന്നത്. അത് എപ്പോൾ വേണമെങ്കിലും പൊളിക്കാനുള്ള ശേഷി ഇസ്രായേലിനുണ്ട്. അതിനുള്ള എല്ലാ തരത്തിലുള്ള ഈ കൃത്രിമ പരിപാടികളും അറിയാവുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന വെടിനിർത്തൽ കരാർ എപ്പോൾ വേണമെങ്കിലും ലംഘിക്കപ്പെടുകയും എപ്പോൾ വേണമെങ്കിലും വീണ്ടും യുദ്ധം ആരംഭിക്കുന്ന സ്ഥിതിയിലേക്ക് പോവുകയും ചെയ്യും. പക്ഷേ അതൊരു പരിധിക്കപ്പുറത്തേക്ക് അനുവദിക്കാൻ അമേരിക്കൻ പ്രസിഡന്റിന് ആവത്തില്ല. കാരണം ഹോർമുസ് കടലിടുക്ക് അടഞ്ഞു കിടന്നാൽ അത് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകത്തെ മുഴുവൻ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ അപകടകരമായി ബാധിക്കും. എന്ന് മാത്രമല്ല, നവംബർ മാസം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ട്രംപിൻ്റെ പാർട്ടിക്ക് ജയിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് അവിടുത്തെ സാമ്പത്തിക സ്ഥിതി വളരെ നോർമലായിട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെയുള്ള സാഹചര്യമുണ്ട്. എന്നാൽ ഒക്ടോബർ മാസം ഇസ്രായേലിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നുണ്ട്. ഒക്ടോബർ മാസം വരെയെങ്കിലും ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോവുക എന്ന് പറയുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള ആഗ്രഹം ബെഞ്ചമിൻ നെതന്യാഹു ഉണ്ട്. അതുകൊണ്ട് യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ ഒരു ഭാഗത്ത് ബെഞ്ചമിൻ നെതന്യാഹു ശ്രമിക്കും, മറ്റൊരു ഭാഗത്ത് യുദ്ധം അവസാനിപ്പിക്കാൻ ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കും. അങ്ങനെയുള്ളൊരു വൈരുദ്ധ്യം നിലനിൽക്കുന്നത് കൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഈ വെടിനിർത്തൽ കരാർ തകരുകയോ യുദ്ധം വീണ്ടും ആരംഭിക്കുകയോ ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്.